أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. ഖുർആനിലെ 41 അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് 11-12 സൂക്തങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. ثم استوى ثم പിന്നെ ഇസ്തവ ഇല സമാ അവൻ ആകാശത്തിന് നേരെ തിരിഞ്ഞു. വഹിയ ദുഹാൻ, ദുഹാൻ എന്ന വാക്കിനർത്ഥം പുക എന്നാണ്. ആ ഘട്ടത്തിൽ അത് പുകമയമായിരുന്നു. ഫഖാല ലഹ വലിൽ അർള്, ആകാശത്തോടും ഭൂമിയോടും അവൻ പറഞ്ഞു, ഇഅ്തിയാ തൗഅൻ ഔ കർഹൻ, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടായി വരുവിൻ, നിങ്ങൾ ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും. അവ രണ്ടും പറഞ്ഞു, അഥവാ ആകാശവും ഭൂമിയും പറഞ്ഞു, കാലത്താ അതൈന ത്വാഇഈൻ, ഞങ്ങളിതാ ആജ്ഞാനുവർത്തികളായി വന്നിരിക്കുന്നു. ഫഖലാഹുന്ന സബഅ സമാവാതിൻ ഫീ യൗമൈൻ. ഫഖലാഹുന്ന, ഖല എന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ അവൻ 2 നാളുകളിലായി 7 ആകാശങ്ങൾ ഉണ്ടാക്കുകയും ഓരോ ആകാശത്തെയും അതിന് നിയമങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. ഫഖലാഹുന്ന സബഅ സമാവാതിൻ ഫീ യൗമൈൻ, 2 ദിനങ്ങൾ കൊണ്ട്. വൗഹാ ഫീ കുല്ലി സമാഇൻ അംറഹ, വൗഹ അതിന് ബോധനം നൽകി, അതിൻ്റെ നിയമങ്ങൾ. ഫി കുല്ലി സമാഇൻ അംറഹ, ഓരോ ആകാശത്തെയും അതിൻ്റെ നിയമങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. വസയ്യന്ന സമാ അദ്ദുന്യ ബിമസാബിഹ വഹിഫ്വ, അടുത്ത ആകാശത്തെ നാം ദീപാലങ്കൃതമാക്കി, തികച്ചും സുരക്ഷിതവുമാക്കി. വഹിഫ്വ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, ഇതൊക്കെയും സർവജ്ഞനും അജയനുമായ ഒരുവൻ്റെ സംവിധാനമാണ്. 9 മുതൽ 12 വരെയുള്ള ആയത്തുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രവാചകൻ അവരോട് പറയുക, നിങ്ങൾ 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തെ നിഷേധിക്കുകയും ഇതരന്മാരെ അവന് തുല്യരായി കൽപ്പിക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? അവനാകട്ടെ സർവ്വലോകങ്ങളുടെയും നാഥനാകുന്നു. അവൻ ഭൂമിക്ക് ഉണ്മ നൽകിയ ശേഷം അതിൽ മീതെ നിന്ന് പർവ്വതങ്ങൾ ഉറപ്പിച്ചു, അതിൽ അനുഗ്രഹങ്ങൾ നിക്ഷേപിച്ചു. ചോദിക്കുന്നവർക്കൊക്കെയും അവരവരുടെ ആവശ്യത്തിനും താല്പര്യത്തിനും അനുസൃതമായ ആഹാര വിഭവങ്ങൾ അതിനകത്ത് ഒരുക്കി വെക്കുകയും ചെയ്തു. ഇതൊക്കെയും 4 നാളുകളിലായി നടന്നു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ പറയുന്നത്, പിന്നെ അവൻ ആകാശത്തിന് നേരെ തിരിഞ്ഞു, ആ ഘട്ടത്തിൽ അത് പുകമയമായിരുന്നു. ആകാശത്തോടും ഭൂമിയോടും അവൻ പറഞ്ഞു, ഉണ്ടായി വരുവിൻ, നിങ്ങൾ ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ ആകാശവും ഭൂമിയും പറഞ്ഞു, ഞങ്ങളിതാ ആജ്ഞാനുവർത്തികളായി വന്നിരിക്കുന്നു. അപ്പോൾ അവൻ 2 നാളുകളിലായി 7 ആകാശങ്ങൾ ഉണ്ടാക്കുകയും ഓരോ ആകാശത്തെയും അതിൻ്റെ നിയമങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. അടുത്ത ആകാശത്തെ നാം ദീപാലങ്കൃതമാക്കി, തികച്ചും സുരക്ഷിതവുമാക്കി. ഇതൊക്കെയും സർവജ്ഞനും അജയ്യനുമായ ഒരുവൻ്റെ സംവിധാനമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പ്രവാചക നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണ്. 6 നാളുകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പലയിടങ്ങളിലായി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആകാശങ്ങൾക്ക് നേരെ തിരിഞ്ഞു എന്നാണല്ലോ. സുമസ്തവ ഇലസമ, 3 കാര്യങ്ങളാണ് സെയ്ദ് അബുൽ അല മൗദൂദ് സാഹിബ് വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഇവിടെ ആകാശം എന്നതുകൊണ്ട് വിവക്ഷ സമ്പൂർണ്ണ പ്രപഞ്ചമാണ്. പിറകെ വരുന്ന വാക്യത്തിൽ നിന്ന് ഇത് സ്പഷ്ടമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, പിന്നെ ആകാശത്തേക്ക് തിരിഞ്ഞു എന്നതിനർത്ഥം അള്ളാഹു പ്രപഞ്ച സൃഷ്ടിയിൽ ഏർപ്പെട്ടു എന്നാണ്. ദുഹാൻ, ധൂമം എന്നതുകൊണ്ട് ഉദ്ദേശം പ്രപഞ്ചം രൂപവൽകൃതമാകുന്നതിന് മുമ്പ് രൂപരഹിതമായ ശിഥില ഘടകങ്ങൾ ധൂളി പോലെ ശൂന്യതയിൽ വ്യാപിച്ചു കിടന്ന അവസ്ഥയാണ്. ആധുനിക ശാസ്ത്രം ഈ വസ്തുവിനെ നെബുല, നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് നെബുല, നെബുല എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചവുമായി രൂപപ്പെട്ട പദാർത്ഥം അതിനു മുമ്പ് ധൂളി അല്ലെങ്കിൽ നെബുലയായി വ്യാപിച്ചു കിടക്കുകയായിരുന്നു എന്നു തന്നെയാണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം. മൂന്നാമത്തത്, ആദ്യം അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചു.
അതിൽ അനുഗ്രഹങ്ങളും ആഹാര വിഭവങ്ങളും ഒരുക്കുക എന്ന കർമ്മം പൂർത്തിയാക്കി. അതിൽ നിന്ന് വിരമിച്ച ശേഷം പ്രപഞ്ച സൃഷ്ടിയിൽ ഏർപ്പെട്ടു. പിന്നെ ആകാശത്തേക്ക് തിരിഞ്ഞു എന്നതിനർത്ഥം മനസ്സിലാകുന്നത് ചെറിയ ചില വിശദീകരണങ്ങൾ അനിവാര്യമാണ്. ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു, ഉണ്ടായി വരുവിൻ. അവ പറഞ്ഞു, ഞങ്ങളിതാ അജ്ഞാനവർത്തികളായി വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും നിലവിലില്ലാത്ത ഘട്ടത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് ഇതിൽ വ്യക്തമാണ്. മറിച്ച് സൃഷ്ടിയുടെ ആരംഭ ദശയായിരുന്നു അത്. ഈ പശ്ചാത്തലത്തിൽ തന്നെ സുമ്മ, പിന്നെ എന്ന പദം ഭൂമിയുടെ സൃഷ്ടി ആകാശത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് തെളിവില്ല. പലരും പല ആയത്തുകളെയും വിശദീകരിച്ചുകൊണ്ട് ഭൂമിയാണ് ആദ്യം സൃഷ്ടിച്ചത്, ചിലർ പറയുന്നു ആകാശമാണ്. അൽ-ബഖറ 29 വാക്യത്തെ മുൻനിർത്തി ഭൂമിയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നു. സൂറത്തു നാസിയാത്തിലെ 27 മുതൽ 33 വരെയുള്ള സൂക്തങ്ങൾ ആസ്പദമാക്കി ആദ്യം സൃഷ്ടിച്ചത് ആകാശമാണ് എന്നും സൂചിപ്പിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിയുടെ കാലചക്രം വിവരിക്കുകയോ ആകാശമോ ഭൂമിയോ ആദ്യം സൃഷ്ടിച്ചത് എന്ന് വ്യക്തമാക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരാവശ്യവും ഇവിടെയില്ല. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഏതായാലും ശരി, അവ രണ്ടും ദൈവം ഏകനാണെന്ന് വിളിച്ചോതുന്നു. പ്രപഞ്ചമാകുന്ന ഒരു തൊഴിൽശാലയെ ദൈവം സൃഷ്ടിച്ചത് ഒരു വിനോദപ്രിയൻ കളിക്കോപ്പുണ്ടാക്കുന്നത് പോലെയല്ല. ആകാശവും ഭൂമിയും പറയുന്നു, നിങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് അജ്ഞാനവർത്തികളായി വന്നിരിക്കുന്നു. ഈ വാക്കുകളിൽ അള്ളാഹു തൻ്റെ സൃഷ്ടിരീതിയുടെ സ്വഭാവം, ദൈവസൃഷ്ടിയും മനുഷ്യനിർമ്മിതിയും തമ്മിലുള്ള വ്യത്യാസം അത്രമേൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യൻ ഏതൊരു വസ്തു സൃഷ്ടിക്കാൻ തീരുമാനിച്ചാലും ആദ്യം അതിൻ്റെ ഒരു ചിത്രം സ്വന്തം മനസ്സിൽ വരയ്ക്കും. തുടർന്ന് അതിനാവശ്യമായ സാമഗ്രികൾ ശേഖരിക്കും. അനന്തരം ആ സാമഗ്രികൾക്ക് തൻ്റെ മനസ്സിലുള്ള ചിത്രത്തിൻ്റെ രൂപം നൽകുന്നതിന് വേണ്ടി യത്നിക്കുന്നു. ഇതിനിടയിൽ തൻ്റെ മനോഗതം പ്രകാശിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ അവനോട് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് ഒരു തയ്യൽക്കാരനെയാണ് മൗദൂദ് സാഹിബ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തുണിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ആശയങ്ങളുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലായേക്കാം, ചിലപ്പോൾ ഉദ്ദേശങ്ങൾ പാളിപ്പോയേക്കാം. ഇനി പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചാലോ, അള്ളാഹു പ്രപഞ്ച പദാർത്ഥം ധൂളി പരുവത്തിൽ പരത്തിയിട്ടു. അതിന് ഇന്നത്തെ പ്രപഞ്ചരൂപം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചു. ഈ ഉദ്ദേശാർത്ഥം അവൻ നിർമ്മിക്കുന്ന ഒരു മനുഷ്യനെ പോലെ കുത്തിയിരുന്ന് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ സ്വഭാവഘടനകളുടെ രൂപരേഖ തയ്യാറാക്കിയില്ല. അതിൻ്റെ ആവശ്യവും അള്ളാഹുവിനില്ല. പ്രത്യുത തൻ്റെ ഇച്ഛാനുസാരം പ്രപഞ്ചത്തോട് നിലവിൽ വരാൻ കൽപ്പിച്ചു. അങ്ങനെ ആകാശവും ഭൂമിയും നിലവിൽ വന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രക്രിയയുടെ ഒരു സ്വഭാവം ഖുർആൻ പറയുന്നുണ്ട്, കുൻ ഫയക്കൂൻ. അള്ളാഹു ഒരു കാര്യം ഇച്ഛിച്ചാൽ അത് ഭവിക്കട്ടെ എന്ന് കൽപ്പിക്കുക മാത്രം ചെയ്യുന്നു, ഉടനെ അത് സംഭവിക്കും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവൻ 2 നാളുകളിലായി 7 ആകാശങ്ങൾ ഉണ്ടാക്കുകയും ഓരോ ആകാശത്തെയും അതിൻ്റെ നിയമങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. അടുത്ത ആകാശത്തെ നാം ദീപാലങ്കൃതമാക്കി, തികച്ചും സുരക്ഷിതമാക്കി. ഇതൊക്കെയും സർവജ്ഞനും അജയ്യനുമായൊരുവൻ്റെ സംവിധാനമാണ്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. തഖ്ദീർ എന്നത് നമ്മൾ പല സന്ദർഭത്തിൽ വിശദീകരിച്ചതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 17 സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖ്നാ ഫൗഖക്കും സബ്അ ത്വറായിക വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. ത്വറായിക് എന്നതിന് മാർഗങ്ങൾ, പടികൾ എന്നർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. 7 ഗ്രഹങ്ങളുടെ സഞ്ചാരപഥമായിരിക്കണം മിക്കവാറും അതിൻ്റെ ഉദ്ദേശം. അക്കാലത്തെ ജനങ്ങൾക്ക് 7 ഗ്രഹങ്ങളെക്കുറിച്ചേ അറിവുണ്ടായിരുന്നുള്ളൂ. അതിനാൽ 7 സഞ്ചാരപഥങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ വേറെ ഭ്രമണപഥങ്ങളൊന്നുമില്ലെന്ന് അതിനർത്ഥമില്ല. ഇനി രണ്ടാമത് പറഞ്ഞത് പടികൾ എന്നാണല്ലോ. ത്വറായിക്ക് സബ്വ സമാവാത്തിബാക്ക, പടിപടിയായി 7 ആകാശങ്ങൾ എന്ന വാക്യത്തിൻ്റെ ആശയം തന്നെയാണ് ഇവിടെ പടികൾ എന്നത് ത്വറായിക്കിന് കൊടുക്കുമ്പോൾ. നിങ്ങൾക്ക് മീതെ നാം 7 മാർഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീൻ 37 മുതൽ 40 വരെയുള്ള ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, വക്കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ. എല്ലാം ഓരോ പദങ്ങളിൽ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഭൂമി, നക്ഷത്രങ്ങളെല്ലാം ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളെ കാണാൻ കഴിയും. ഫലക്കി യസ്ബഹൂൻ എന്നുള്ളത് ചിന്തനീയമായ ചില വാക്കുകളാണ്. ഫലക്ക് എന്ന പദം അറബി ഭാഷയിൽ നക്ഷത്രങ്ങളുടെ ഭ്രമണപഥം, ഓർബിറ്റ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അതിന് വിവക്ഷ ആകാശം എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രസ്താവന 4 യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, സൂര്യനും ചന്ദ്രനും മാത്രമല്ല സകല നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കും. 2, അവയിൽ ഓരോന്നിൻ്റെയും ഭ്രമണപഥം അഥവാ സഞ്ചാരമാർഗം വ്യത്യസ്തമാണ്.
3 ഭ്രമണപഥം നക്ഷത്രങ്ങളെയും വഹിച്ചു ചുറ്റിത്തിരികയല്ല, പ്രത്യുത നക്ഷത്രങ്ങൾ ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങുകയാണ്. 4 ഭ്രമണപഥത്തിൽ നക്ഷത്രങ്ങളുടെ ചലനം ഏതെങ്കിലും ഒരു ദ്രാവക പദാർത്ഥത്തിലൂടെ ഒരു വസ്തു നീന്തിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. ഇങ്ങനെ ആകാശങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ ആയത്തുകൾ സുവ്യക്തമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന, പ്രവാചക കൽപ്പനകളെ ധിക്കരിക്കുന്ന, ഭൂമിയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ വലിയ ചില ഉദാഹരണങ്ങളാണ് ഈ ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുന്നത്. ഖുർആനിൻ്റെ ആശയങ്ങളെ നന്നായി പഠിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.